എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. എന്തായി ടൈപ്പിസ്റ്റ് പരീക്ഷകൾക്കൊക്കെയുള്ള പഠനം? എല്ലാവരും കഴിഞ്ഞ വർഷം കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അല്ലേ? നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വിജ്ഞാപനം വന്നില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ ഒരു നോട്ടീസ് വന്നായിരുന്നു, അല്ലേ? വിവരാവകാശ, അതായത് ഉദ്യോഗാർത്ഥികൾ കൊടുത്ത ആ വിവരാവകാശ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വന്ന ആ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഒരു എൻക്വയറി നടക്കുകയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാവില്ല, പക്ഷേ എന്താണ്, സർക്കാർ തീരുമാനിക്കുന്ന മുറയ്ക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആശങ്കയിലാണ്, ഇതെന്തായിരിക്കും, നോട്ടിഫിക്കേഷൻ വരില്ലേ എന്നൊക്കെ എല്ലാവർക്കും വിഷമമുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനു വേണ്ടി പഠിക്കുന്നവരുണ്ടാവും. അതായത് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഷോർട്ട് ഹാൻഡ് ക്വാളിഫിക്കേഷൻ വേണ്ടതാണ്. ഷോർട്ട് ഹാൻഡ് ഇല്ലാതെ ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എല്ലാവരും കൂട്ടായി ചേർന്ന് തന്നെ പ്രവർത്തിക്കുകയാണ്. ഒറ്റയ്ക്കല്ല ഇതിനെ നേരിടേണ്ടത്, അല്ലേ? ഒരുമിച്ച്. അപ്പോൾ ഇതിനെ നമ്മളെല്ലാവരും കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു തസ്തിക നിലനിർത്തണം, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയവരെ ഒന്നും തന്നെ സർക്കാർ തഴയരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമുക്കൊരു ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ പുറകിൽ, അല്ലേ? നമുക്കറിയാം, ഇപ്പോൾ പുതിയ KGT എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മെയിൽ നടക്കുന്ന പരീക്ഷയുടെ തീയതി നീട്ടിയിട്ടുണ്ട്. 5-ാം തീയതി വരെ അപേക്ഷിക്കാം. 10-ാം തീയതി വരെ അപേക്ഷയുടെ പ്രിൻറ്റും എല്ലാം കൂടി നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട തീയതി 10-ാം തീയതി വരെ, മാർച്ച് 10 വരെ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വിജ്ഞാപനം വന്ന സ്ഥിതിക്ക് എന്താണ്, പുതിയ KGT ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാമുകളുടെ വിജ്ഞാപനങ്ങൾ വന്ന സ്ഥിതിക്ക് എക്സാമുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകളൊക്കെ ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ എന്താണ്, ലേറ്റ് ആവുന്നത് മാത്രമായിരിക്കാം നമ്മളെ കുഴപ്പത്തിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കേണ്ട സമയമല്ല, ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കൊരു ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. കാരണം ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള 50,000-50,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും, കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാം. മാത്രമല്ല, പുതിയ KGT പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവരാണ് എങ്കിൽ അവസരം കഴിഞ്ഞിട്ടില്ല. 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാം. അതിനുശേഷം പ്രിൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് 10-ാം തീയതി വരെ, മാർച്ച് 10 വരെ നീട്ടിയിട്ടുണ്ട്. മെയിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവർ തയ്യാറെടുത്ത് തുടങ്ങിയോ? കാരണം ഇനി ഒക്ടോബറിലാണ് നമ്മുടെ പരീക്ഷ വരുന്നത്, അല്ലേ? അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ അപേക്ഷിച്ചവരാണ് എങ്കിൽ രണ്ടും, അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ OMR ടെസ്റ്റിനുള്ള ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുക, മറക്കരുത്. താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്